Dear students, in this video I am going to show the preparation of receipts and payments account by analyzing a question with its solution. First one, from the information given below, draft receipts and payments account of Friends Club Kannur for the year ending December 31st, 2014. So here, draft receipts and payments account of Friends Club Kannur. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇയർ എൻഡിങ് ഡിസംബർ 31st, 2014. സോ ദി ഐറ്റംസ്: ക്യാഷ് ഓൺ 1/1/2014 4,400. ക്യാഷ് ഓൺ 1/1/2014 ഫസ്റ്റ് ജനുവരിയിലുള്ള ക്യാഷ് ബാലൻസ്. സോ വി ക്യാൻ സേ ഇസ് എ ക്യാഷ് ബാലൻസ്. ഇത് ഓപ്പണിംഗ് ബാലൻസാണ്. ആ ഒരു ക്ലബിൻ്റെ 2014 ജനുവരി 1 തുടക്കത്തിലുള്ള ബാലൻസ്, ക്യാഷ് ബാലൻസ് 4,400. ദെൻ സബ്സ്ക്രിപ്ഷൻ 37,600. സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ, ദാറ്റ് ഈസ് ദി എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ്. സാധാരണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് സബ്സ്ക്രിപ്ഷൻ. മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുകയാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അവിടെ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത തുക സബ്സ്ക്രിപ്ഷൻ. ആ വർഷം കിട്ടിയ വരിസംഖ്യ 37,600. ക്യാഷ് കിട്ടിയത്, ക്യാഷ് റെസീറ്റാണത്. ദെൻ ഡൊണേഷൻ, ഗിഫ്റ്റായിട്ട് കിട്ടിയത്, സംഭാവന. സോ ഇറ്റ്സ് എ ഗിഫ്റ്റ്. സോ ഡൊണേഷൻസ് ₹8,000. സംഭാവന കിട്ടിയത്, റെസീറ്റ്. ദെൻ എൻട്രൻസ് ഫീസ്, ദാറ്റ് ഈസ് ദി അഡ്മിഷൻ ഫീസ്. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന, കളക്ട് ചെയ്യുന്ന ഫീസാണ് എൻട്രൻസ് ഫീസ്. അതിവിടെ നോൺ പ്രോഫിറ്റ് കൺസേണിനെ സംബന്ധിച്ച്, നോൺ ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് റെസീറ്റാണ് എൻട്രൻസ് ഫീസ് കിട്ടിയത്, റെസീറ്റായിട്ട് നമ്മൾ കാണിക്കുക. ദെൻ റെൻറ്റ് റിയലൈസ്ഡ് ഫ്രം ക്ലബ് ഹാൾ. റെൻറ്റ് റിയലൈസ്ഡ്, റെൻറ്റ് കിട്ടിയത്, റെൻറ്റ് റിസീവ്ഡ് ഫ്രം ക്ലബ് ഹാൾ. ക്ലബിൻ്റെ ഹോള് നമ്മൾ ഉപയോഗിക്കാൻ കൊടുത്ത് കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റെൻറ്റ്, നമുക്ക് കിട്ടിയത്, ക്യാഷ് കിട്ടിയത്, ക്യാഷ് റെസീറ്റ്. ദെൻ ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക്കിൻ്റെ ചാർജ്, ക്യാഷ് ചിലവ്, അത് ക്യാഷ് പേയ്മെൻറ്റാ. ദെൻ ടാക്സ്, ടാക്സ് കൊടുത്തത് ക്യാഷ് പേയ്മെൻറ്റാണ്. സാലറീസ് ആൻഡ് വേജസ്, ക്യാഷ് പേയ്മെൻറ്റാണ്, സാലറീസ് ആൻഡ് വേജസ്. ദെൻ ഹോണറേറിയം ടു സെക്രട്ടറി. ഹോണറേറിയം ഒരു നോൺ പ്രോഫിറ്റ് കൺസേണിനെ സംബന്ധിച്ച് സെക്രട്ടറിക്ക് കൊടുക്കുന്ന ആ ഒരു പാരിതോഷികം, സെക്രട്ടറിക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട്, സാലറി എന്ന് നമ്മൾ പറയാറില്ല, അതിന് പറയുന്ന പേരാണ് ഹോണറേറിയം. ഇപ്പോൾ സെക്രട്ടറിക്ക് കൊടുക്കുന്ന ആ ഒരു പാരിതോഷികം. അപ്പോൾ സോ ഇറ്റ് ഈസ് എ ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് കൊടുത്തതാണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾക്ക് നമുക്ക് കിട്ടിയ, നിക്ഷേപങ്ങളിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ക്യാഷ് റെസീറ്റാണ്. ദെൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ₹350. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, സ്റ്റേഷനറി വാങ്ങിയ വക ക്യാഷ് പേയ്മെൻറ്റാണ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. ദെൻ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്, പെറ്റി സ്മോൾ, പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ് ₹900. നമുക്ക് ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ്, അത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നു. ദെൻ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൊടുത്തത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നു. വി ക്യാൻ വർക്ക് ഔട്ട് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. സോ ഹിയർ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. സോ വി റൈറ്റ് ദ ഹെഡിങ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. Receipts and payments account for the year ending or ended 31st December 2014. So it's an account, so it's a T shape, receipts and payments account. So being an account, ഒരു account ആയതുകൊണ്ട് we prepare in the T shape. So receipts and payments account, T account, two sides, debit side, the left hand side debit side, the right hand side credit side. So here debit, we indicate the letter debit, then here credit. So receipts and payments account,
the two sides. One is the receipts and the other payment. So here we write here receipts. Receipts. Cash കിട്ടിയത്, cash വന്നത്. Then amount. And here payment. Cash ചെലവായത്, cash അടച്ചത്, cash കൊടുത്തത്, payments. Okay, the receipts and payments account for the year ending 31st December 2014. First item, cash on 1st January 2014. Cash on 1st January 2014. അതായത് ജനുവരി 1-ാം തീയതിക്കുള്ള ക്യാഷ്, അതായത് ഓപ്പണിംഗ് ബാലൻസ്, അത് തുടക്കത്തിലുള്ളത് നമ്മൾ എഴുതുക ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാഷ് ബാലൻസ് ആണ്. സോ ഹിയർ we need cash, the amount 4,400. ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഐറ്റം സബ്സ്ക്രിപ്ഷൻ, അതായത് മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുകയാണ്. വരിസംഖ്യ ഒരു ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ്, ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ, വരവാണത് സബ്സ്ക്രിപ്ഷൻ. വരിസംഖ്യ കിട്ടിയത്. സോ വി റൈറ്റ് റെസീറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു subscription. The amount will be 37,600. Very സംഖ്യ കിട്ടിയത്. Then donation, സംഭാവനയായിട്ട് കിട്ടിയത്. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ സംഭാവന. സോ ഇറ്റ്സ് എ റെസീറ്റ്, അത് റെസീറ്റ് സൈഡിൽ കാണിക്കുന്നു. സോ ഡൊണേഷൻ, ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്, ദാറ്റ് ഈസ് ഡൊണേഷൻ. ദി എമൗണ്ട് വിൽ ബി 8,000. The next item, എൻട്രൻസ് ഫീസ്. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന തുകയാണ്. സോ ഇറ്റ് ഈസ് എ റെസീറ്റ്, ക്യാഷ് കിട്ടിയതാണ്. സോ ഇൻ ദ റെസീറ്റ് സൈഡ് എൻട്രൻസ് ഫീസ്, ദി എമൗണ്ട് വിൽ ബി ₹4,300. The next item, rent realized from club hall. Rent realized, rent കിട്ടിയത് റെസീറ്റ്. സോ ക്ലബിൻ്റെ ഹോള് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടിയ റെൻറ്റ്. സോ റെൻറ്റ് റിയലൈസ്ഡ്, റെൻറ്റ് കിട്ടിയത് റെസീറ്റാണ്. സോ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഇറ്റ് ഈസ് 5,250. ദെൻ ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക്കിൻ്റെ ചാർജ് ക്യാഷ് പേയ്മെൻ്റ് ആണ്, ക്യാഷ് പോയതാണ്. സോ വി ക്യാൻ സേ ഇലക്ട്രിക് ചാർജസ് ഓർ ഇലക്ട്രിസിറ്റി, ദാറ്റ് ഈസ് ₹3,440. Then taxes, ടാക്സ് പേയ്മെൻ്റ് ആണ്, ടാക്സ് കൊടുത്തത്, ടാക്സ് അടച്ചത്. സോ ദി എമൗണ്ട് വിൽ ബി ₹500. സോ ടാക്സ് 500. Then salaries and wages, പേയ്മെൻ്റ് ആണ്. സോ ഇൻ ദ പേയ്മെൻറ്റ് സൈഡ് salaries and wages ₹21,500. നെക്സ്റ്റ് ഐറ്റം നോക്കുക, ഹോണറേറിയം ടു സെക്രട്ടറിക്ക് കൊടുത്ത പാരിതോഷികം. സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ സെക്രട്ടറിക്ക് ഒരു എമൗണ്ട് സാധാരണ കൊടുക്കും, അതാണ് ഹോണറേറിയം. അപ്പോൾ സെക്രട്ടറിക്ക് കൊടുത്തത്, ക്യാഷ് ചിലവായത് പേയ്മെൻ്റ് ആണ്. സോ ഹിയർ ഹോണറേറിയം, പാരിതോഷികം, ഹോണറേറിയം. ദി എമൗണ്ട് ഇറ്റ് ഈസ് 2,500. അപ്പോൾ ഹോണറേറിയം എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ്, സാലറി പോലെയുള്ളത്. പക്ഷെ നമ്മൾ ഹോണറേറിയം എന്ന വാക്കാണ് ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ ഉപയോഗിക്കുക. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് കിട്ടിയത് റെസീറ്റാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ കാണിക്കും ഇൻ ദ ഡെബിറ്റ് സൈഡ്, റെസീറ്റ് സൈഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ദാറ്റ് ഈസ് 2,950. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയ വക ചിലവായത്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വി നോ ഇറ്റ്സ് എ പേയ്മെൻറ്റ്. സോ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ദി എമൗണ്ട് പേയ്മെൻറ്റ് സൈഡ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ദി എമൗണ്ട് ₹350. ദെൻ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്. പെറ്റി ക്യാഷ് വി നോ, പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് സ്മോൾ പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്, സ്മോൾ പേയ്മെൻ്റ് ആണ്. സോ ഹിയർ പേയ്മെൻറ്റ് സൈഡിൽ petty cash payments, the amount will be ₹900. Then our last item, insurance premium paid. ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൊടുത്തത് പേയ്മെൻറ്റ്. സോ
insurance or insurance premium. Insurance rupees 310. So our all items are over. Receipts shown in the debit side. Cash കിട്ടിയതാണ്. Opening balance സ്റ്റാർട്ട് ചെയ്യുന്നത്. Subscription, donation, entrance fees, rent realize ചെയ്തത്, then interest received, and all the payments in the credit side. So we have to balance the account. So we can balance the account. Here receipts, here payments. So here receipts ആണ് ഇവിടെ കൂടുതൽ കാണുന്നത്. So firstly we can total the receipt side. So the amount will be 0. Then here also 0. So here it will be 5. Then 2 and 6. So the total in the receipt side 62,500. ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. We put in the credit side. Then the balance will be, here we can say 0. The difference വ്യത്യാസം 0. Then here also 0. Then here also, here will be 0. Then here 3. Then 3. അപ്പോൾ ഡിഫറൻസ് വരുന്നത്, വ്യത്യാസം വരുന്നത് 33,000. റെസീറ്റ്, ടോട്ടൽ റെസീറ്റ് 62,500. Difference will be 33,000. We can say it, that is balance carried down by balance carried down. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് നമ്മുടെ ക്യാഷ് ബാലൻസ്. ഇപ്പോൾ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ പ്രത്യേകം അവിടെ സൂചന തരും. സൂചന തരാത്തത് കൊണ്ട് ക്യാഷ് ബാലൻസ് ഹിയർ 33,000. സോ ഹിയർ അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2/, എന്ന് എഴുതണം എന്നൊരു നിർബന്ധമില്ല. ദർ ഇസ് നോ കമ്പൽഷൻ ടു റൈറ്റ് 2 or by. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ക്ലബിൻ്റെ പേര് ഫ്രണ്ട്സ് ക്ലബ് കണ്ണൂർ എന്ന് ഫസ്റ്റ് ലൈനിൽ നമുക്കിവിടെ കാണിക്കാനും പറ്റും. ഫ്രണ്ട്സ് ക്ലബ് കണ്ണൂർ. Receipts and payments account for the year ended 31st December 2014. Okay. Okay. Here the second question we can analyze from the following particulars relating to Backwell Tennis Club. Prepare receipts and payments account for the year ending 31st December 2014. Okay, the second problem regarding the preparation of receipts and payments account. The items: cash in hand on 1/1/14, cash in hand on 1st January 2014. Cash balance ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ആദ്യം എഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഇറ്റ് ഈസ് ക്യാഷ് 500. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ഓൺ 1st January 2014 3,500. ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ്. ഇപ്പോൾ ഇവിടെ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ആയിട്ട് 500 കാണിക്കണം, ബാങ്ക് ബാലൻസ് ആയിട്ട് 3,500 കാണിക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ, അതായത് ക്യാഷ് റെസീറ്റ് 12,000 റെസീറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ എൻട്രൻസ് ഫീ കളക്റ്റഡ്, എൻട്രൻസ് ഫീസ് കിട്ടിയത് ക്യാഷ് റെസീറ്റായിട്ട് കാണിക്കുക. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് 250, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് വിറ്റ വക നമുക്ക് കിട്ടിയത് ക്യാഷ് റെസീറ്റായിട്ട് കാണിക്കുക. ലോക്കർ റെൻ്റ് റിസീവ്ഡ്, ലോക്കർ റെൻ്റ് കിട്ടിയത് ക്യാഷ് റെസീറ്റായിട്ട് കാണിക്കുക. ദെൻ റെൻ്റ് പെയ്ഡ്, റെൻ്റ് കൊടുത്തത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. സാലറി പെയ്ഡ് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. ദെൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ബോർഡ്, സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയ വക ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ്, ഫർണിച്ചർ വാങ്ങിയത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 31st December 2014, ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 31st December ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. സോ ഹിയർ വി ക്യാൻ പ്രിപ്പയർ ഇറ്റ്, ദി റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്.
we can start cash in hand on 1st January 2014 to cash in hand means so opening balance to balance brought down cash it is 500. Then bank balance, here there is also bank balance, cash at bank, it is 3500. So cash in hand on 1/1/2014, cash at the bank, it is 3500. Subscription received, it's a receipt, subscription received. So cash receipt, subscription, the amount, it is 12,000. Then entrance fee collected, entrance fee also cash receipt, entrance fee, it is rupees 3,000. Sale of old newspaper, also a cash receipt. So the amount is sale of old newspaper, the amount 250. Locker rent received, cash receipt. So locker rent or rent received, the amount will be 950. The rent paid is a cash payment. So in the credit side, by rent or rent paid, it is 2,600. The salary paid is a cash payment. So by salary, it is 2,800. Salary paid. Printing and stationery bought. So bought printing and stationery is a cash payment. So printing and stationery, it is 300. So furniture purchased by furniture is a cash payment by furniture, the amount rupees 4,500. The last item, cash in hand on 31st December 2014. Cash in hand on 31st December. So we know it is the closing balance. Cash in hand, closing balance. So closing balance we will write as balance carried down. Here cash balance is given. So the cash balance will be 1,300. So all the items are over. Then we have to balance. Okay, the balance here will be, so totaling the two sides, the receipt side is more than the payment side. So the total in the receipt side is here 0, then here also 0, then here it is 2, then here it is 0, then 1, balance 2. So 20,200 is the total in the debit side receipt. Then we can balance here also 20,200. So we will get a balance rupees here 0, then here also 0, then here that is the balance 7, then here 8. We'll get a balance rupees 8,700. We'll get a balance 8,700. ഇവിടെ receipt side total 20,200 കാണുന്നുണ്ട്, പേയ്മെൻറ്റ് സൈഡ് വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബാലൻസ് കാണുന്നത് കൊണ്ട് ആ ബാലൻസ് വി നെയിം ഇറ്റ് ആസ് ബാങ്ക് ബാലൻസ്. ആ ഒരു ഡിഫറൻസ് നമുക്ക് ബാലൻസിങ് ഫിഗർ വി കൻ നെയിം ഇറ്റ് bank balance. So here the closing balance cash 1,300 given in the question, and the balancing figure will be bank balance 8,700 will be the bank balance. Okay.